Good morning, students. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം ഇതാണ്. എ ട്രേഡിംഗ് കമ്പനി വാണ്ട്സ് ടു കീപ് ദ ഡാറ്റ ഓഫ് ദയർ ഓർഡർ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ യൂസിങ് ഫോളോയിങ് റിലേഷൻസ്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം തന്നിരിക്കുന്നത്. അതിലൊരു 1 2 3 4 5 6 ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ താഴെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന് നമ്മൾ റിപ്ലൈ കൊടുക്കും വേണം. ഓക്കെ, സിമ്പിളാട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾക്ക് ആ ഫോറിൻ കീ സെറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം കാരണം എനിക്ക് ഒരുപാട് സമയം എറേഴ്സ് വന്നു. പക്ഷേ ഫോറിൻ കീയുടെ സിൻടാക്സ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് പോലും എനിക്ക് ഒരു 2 ആഴ്ചയോളം ഞാൻ അതിന് വേണ്ടി തന്നെ ഇരുന്നു. പക്ഷേ എറർ ഒന്നും ഇല്ല എങ്കിലും എറർ കാണിക്കുമായിരുന്നു. അറ്റ് ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് കറക്റ്റായി കിട്ടി. അപ്പോഴാണ് ഇത് വളരെ സിമ്പിളാണ്. ആ ഒരു ഫോറിൻ കീയുടെ പ്രോബ്ലം കാരണം ഇത്ര ദിവസം വെച്ചിരുന്നതാണ്. ഇനി നിങ്ങൾക്കത് പറഞ്ഞുതരാം. കാരണം എനിക്ക് തെറ്റ് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാറുന്നത്. ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് കസ്റ്റമർ മാസ്റ്ററാണ്. കസ്റ്റമർ മാസ്റ്ററിൽ കസ്റ്റമർ നമ്പർ, കസ്റ്റമർ നെയിം, അഡ്രസ്സ്, പിൻകോഡ്, ഇത്രയാണ് ഫീൽഡ്സ്. 4 ഫീൽഡേ ഉള്ളൂ. അതിൽ കസ്റ്റമർ നമ്പർ എന്നുള്ളത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നെയിം നോട്ട് നള്ളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് വേർ കെയർ കൊടുക്കാം. പിൻകോഡ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും കൊടുത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ടേബിളിൽ ഓർഡർ മാസ്റ്ററിൽ ഓർഡർ നമ്പർ, ഓർഡർ ഡേറ്റ്, കസ്റ്റമർ നമ്പർ, ഓർഡർ എമൗണ്ട്. അതിന് മുന്നേ ഇതിപ്പോൾ നമ്മൾ ട്രേഡിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം അതിനകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പം അതുമാതിരി തന്നെ ഈ ടേബിളിൻ്റെ പേര്, ഇതിൽ പറഞ്ഞിരിക്കുന്ന പേര് അതേപോലെ ഫുള്ളായിട്ട് ആ പേര് കൊടുക്കണം നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ടാക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ടേബിളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ. പിന്നെ അണ്ടർസ്കോർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. വേറെ ഒരു സ്പെഷ്യൽ സിമ്പിൾസും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സീനകത്തൊരു 4 റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഐഡൻറ്റിഫയറിൻ്റെ. ആ റൂൾ ഇവിടെയും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓർഡർ നമ്പർ പ്രൈമറി കീ സെറ്റ് ചെയ്യുക, ഓർഡർ ഡേറ്റ് നോട്ട് നൾ സെറ്റ് ചെയ്യുക. കസ്റ്റമർ നമ്പർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അപ്പുറത്ത് ടേബിളിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇവിടെ ഫോറിൻ കീ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് റെഫേഴ്സ് കസ്റ്റമർ മാസ്റ്റർ ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാതിരി ഓർഡർ എമൗണ്ടും അത് ഇൻറ്റിജറിൽ നോട്ട് നൾ സെറ്റ് ചെയ്യുക. ഓർഡർ ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് എന്ന ഡാറ്റ ടൈപ്പ്, DATE, ഡേറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് സിംഗിൾ കോട്ട്സിൽ, വേർ കെയറും ഡേറ്റൊക്കെ സിംഗിൾ കോട്ട്സിൽ വാല്യൂസ് കൊടുക്കുക. അടുത്ത ഓർഡർ ഡീറ്റെയിൽസിൽ ലൈൻ നമ്പർ, ഓർഡർ നമ്പർ രണ്ടും ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. ഈ ഓർഡർ നമ്പറും അവിടുത്തെ ഓർഡർ നമ്പറും സെയിം അല്ല, രണ്ടും വേറെയാണ് കേട്ടോ. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. അടുത്തത് ഐറ്റം നമ്പർ എന്ന് പറയുന്നത് ഐറ്റം ടേബിൾ എന്നാണ് റെഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഐറ്റം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സിസ്റ്റത്തിൽ എറർ കാണിക്കും. അങ്ങനെ ദാറ്റ് ടേബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഐറ്റം എന്ന ടേബിളിൽ ഐറ്റം നമ്പർ, യൂണിറ്റ് പ്രൈസ്, ഇത് രണ്ടും യൂണിറ്റ് പ്രൈസ് എന്നുള്ളത് ഇൻറ്റിജറിൽ കൊടുക്കുക. ഐറ്റം നമ്പർ എന്നുള്ളത് പ്രൈമറി കീ ആണ്. അപ്പോൾ നമ്പർ നമുക്ക് വേർ കെയറിലും കൊടുക്കാം. നിങ്ങൾ നമ്പേഴ്സ് മാത്രമാണ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഇൻറ്റിജറിൽ കൊടുക്കുക. സപ്പോസ് നമുക്ക് M001 അല്ലെങ്കിൽ T001 അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ വേർ കെയറിൽ കൊടുക്കുക. വേർ കെയറിൽ കൊടുത്ത സാധനങ്ങൾക്ക് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ സിംഗിൾ കോട്ട്സിൽ എൻ്റർ ചെയ്യുക. ഓരോ ലൈനും എൻഡ് വിത്ത് സെമിക്കോളൻ. ഇതൊക്കെ ശ്രദ്ധിക്കുക. പ്രൈമറി കീ കൊടുക്കുമ്പോൾ സ്മോൾ ഓർ ക്യാപ്സ് കൊടുക്കാം. പക്ഷേ ക്യാപ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എറർ ഇല്ലാണ്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്യാപ്സിൽ തന്നെ കൊടുത്ത് ശീലിക്കുക, പ്രൈമറി കീ, ഫോറിൻ കീ ഒക്കെ. ഓക്കെ, എന്നിട്ട് ഓർഡർ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ലൈൻ നമ്പർ ഇൻറ്റിജർ ഓർ വേർ കെയർ കൊടുക്കാം. ഓർഡർ നമ്പറും ഇൻറ്റിജർ ഓർ വേർ കെയർ കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ കൊടുത്തിരിക്കുന്നത് ഫോറിൻ കീ ആയിട്ട് റെഫർ ചെയ്യുമ്പോൾ സെയിം ടൈപ്പിൽ തന്നെ ഡാറ്റ കൊടുക്കുക. നമ്മൾ ഇൻറ്റിജറിലാണ് കൊടുത്തിരിച്ചെങ്കിൽ ഇവിടെയും ഇൻറ്റിജറിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരണ്ട വെച്ചിട്ടാണ്. ഓക്കെ, നെയിം വേണമെങ്കിൽ ചേഞ്ച് ആവാം കേട്ടോ. ഫോറിൻ കീ ആയിട്ട് റെഫർ ചെയ്യുന്നതിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അവിടെ ഇപ്പോൾ കസ്റ്റമർ നമ്പർ എന്നുള്ളത് C നമ്പർ എന്ന് നിങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CUS നമ്പർ എന്നും നമുക്ക് കൊടുക്കാം. റെഫർ ചെയ്യുന്നത് പ്രോപ്പറായാൽ മതി, ആ സിൻടാക്സ് പ്രോപ്പറായാൽ മതി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ കൊടുത്ത വാല്യൂസ് ഇവിടെയും ആക്സസ് ആവും. നമ്മളിവിടെ കൊടുക്കണ്ട, പിന്നെ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. എൻട്രി ചെയ്യേണ്ടതെന്നല്ല, നമ്മൾ ചെയ്യണം. പക്ഷേ ചെയ്താലും ഇല്ലെങ്കിലും ആ വാല്യൂസ് തന്നെ ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഷിപ്മെൻറ്റിൽ ഓർഡർ നമ്പർ, വെയർഹൗസ് നമ്പർ,
ഡേറ്റ്. വെയർഹൗസ് നമ്പർ എന്ന് പറഞ്ഞാൽ വെയർഹൗസ് എന്ന ടേബിളിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, അതേമാതിരി ഷിപ്മെൻറ്റിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ദ എബോട്ട് ടേബിൾസ് ബൈ പ്രോപ്പർലി സ്പെസിഫൈങ് ദ പ്രൈമറി കീസ് ആൻഡ് ഫോറിൻ കീസ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൈമറി ഫോറിൻ കീ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റർ അറ്റ്ലീസ്റ്റ് 5 ടപ്പിൾസ് ഫോർ ഈച്ച് റിലേഷൻ. ഓരോ റിലേഷനിലേക്കും 5 ടപ്പിൾസ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു കൊടുത്തിട്ട് ഓരോ ഫീൽഡിലേക്കും ഓരോ ടേബിളിലേക്കും നമ്മൾ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡ്യൂസ് എ ലിസ്റ്റ്, കസ്റ്റമർ നെയിം, ഓർഡർ, നമ്പർ ഓഫ് ഓർഡേഴ്സ്, ആവറേജ് ഓർഡർ എമൗണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അത് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് മാത്രം വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. സെലക്ട് വെച്ചിട്ട് തന്നെയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റയർ ടേബിൾ ഡിസ്പ്ലേ ആവും. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് ബൈ ഒക്കെ വെച്ച് ചെയ്തില്ലേ, കഴിഞ്ഞതിൽ ഗ്രൂപ്പ് ബൈ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുമാതിരി ലിസ്റ്റ് ദി ഓർഡർ നമ്പർ ഓഫ് ഓർഡേഴ്സ് ദാറ്റ് വേർ ഷിപ്ഡ് ഫ്രം ഓൾ ദ വെയർ ഹൗസ് ദാറ്റ് ആർ കമ്പനി ഹാസ് ദി സ്പെസിഫൈഡ് സിറ്റി. ഇത് 2 ടേബിളിനെ കണക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ പിന്നെ അടുത്തതിൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എയും ബിയും ആ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉള്ളത് മാത്രം ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തോളൂ. ഞാൻ അറ്റ് ദ സ്പോട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ വേറെ ക്ലാസ്സിലാണെങ്കിൽ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് എല്ലാം റിപ്ലൈ തരാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്ത് തരാം മാക്സിമം. എനിക്ക് അറിയുന്നതാണ്. അറിയില്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലും അന്വേഷിച്ചിട്ടാണെങ്കിലും റെഫർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.